ലില്ലി ഡെയിൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ പേജ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കാം. അവരുടെ ഭാഗത്തു നിന്നാണ് എന്നിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്. സംഭവം വേറെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ലില്ലി ഡെയിൽ ഡിസൈനർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ഡിസൈനർ സ്റ്റുഡിയോ, അതൊരു ഇൻസ്റ്റാ പേജാണ്. സോ നമ്മൾ മലയാളികൾ പറ്റിക്കപ്പെടാനായിട്ട് വെയിറ്റ് ചെയ്യാൻ തോന്നും. കാരണം ഇതുപോലുള്ള ഇൻസിഡൻസ് ഇപ്പം എന്താ പറയുക, ഭയങ്കര കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഞാൻ അതുൽ വ്ളോഗ്സിൻ്റെ ചാനലിൽ നിന്ന് കണ്ടൊരു വീഡിയോ ആണ്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നൊരു സംഭവമുണ്ട്, നമ്മൾ ആൺകുട്ടികളൊന്നും ഇങ്ങനത്തെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറ്റിക്കപ്പെടുന്നത് കുറവാണ്. ഓൾറെഡി പെൺകുട്ടികൾ മാത്രമാണ് കൂടുതൽ ഇരയാവുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ട്. കാരണം ഇതിന് മുന്നേ ഒരു സെയിം ഇൻസ്റ്റാ പേജിൽ തന്നെ വേറൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഇതേപോലെ തന്നെ പ്രോഡക്റ്റിന് വെയിറ്റ് ചെയ്തൊരു കുട്ടി പ്രോഡക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പ്രോഡക്റ്റ് കിട്ടിയില്ല, ഡേറ്റ് കഴിഞ്ഞു, പറഞ്ഞ സമയം കഴിഞ്ഞു. തിരിച്ച് ചോദിച്ച സമയത്ത് അവരാരും റെസ്പോണ്ട് ചെയ്തില്ല. പിന്നെയും കുറച്ച് റൂഡായിട്ട് സംസാരിച്ച രീതിയിൽ അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ക്യാഷ് ബാക്ക്, അതായത് പൈസ റിട്ടേൺ തരാൻ പറഞ്ഞ സമയത്ത് അവർ ആവശ്യപ്പെട്ടത് വേറെയാണ്. അതും അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് ആ പെൺകുട്ടിയോട് അവർ റിയാക്ട് ചെയ്തത്. അത് ശരിക്കും ഹിന്ദിക്കാരായിരുന്നു എന്നാണ് ആ കുട്ടി പറയുന്നത്. കാരണം കുട്ടിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഇപ്പം ഇത് സംഭവിച്ചതും ഹിന്ദിക്കാരൊന്നുമല്ല, പക്കാ മലയാളികളാണ്. അപ്പോൾ എനിക്ക് നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഈ മെമ്പർഷിപ്പ് വീഡിയോസിൻ്റെ കാര്യങ്ങൾ ഞാൻ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ എന്താ പറയുക, നമ്മുടെ ഹിന്ദിക്കാർ ഓൾറെഡി പയറ്റിയതാണ്, അവരത് കണ്ടിട്ടാണ് നമ്മുടെ മലയാളികൾ അത് ഏറ്റുപിടിക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സ്കാം ചെയ്യുന്ന പരിപാടികളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതായത് പറ്റിക്കുക എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഹിന്ദിക്കാരിൽ നിന്നാണ് നമ്മൾ കൂടുതൽ, അതായത് ആ ഒരു സൈഡിൽ നിന്നാണ് കൂടുതൽ മലയാളികൾക്ക് ഇതുപോലുള്ള പറ്റിക്കൽ കാര്യങ്ങളൊക്കെ കൂടുതൽ പറ്റിക്കപ്പെട്ടിട്ടുള്ളൂ. കാരണം അതൊക്കെ ഇപ്പം മലയാളികൾ ഏറ്റെടുത്ത് തുടങ്ങി എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ മലയാളികൾ ഏറ്റു തുടങ്ങി എന്നുള്ളതാണ് സത്യം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു നമ്മുടെ മെമ്പർഷിപ്പ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ മലയാളികൾ ഏറ്റുപിടിച്ചത് ഹിന്ദിക്കാരെ കണ്ടിട്ടാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. കാരണം സത്യമാണ്, കാരണം അവരുടെ സൈഡിൽ ഇത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് തന്നെയാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പൈസ ഉണ്ടാക്കാനുള്ള ഈസി വേ എന്ന് കരുതിയിട്ടാവാം മലയാളികളും ഇതിലേക്ക് ഇറങ്ങുന്നുണ്ടാവുക. അതുപോലെയാണ് ഇപ്പം ഈ രീതിയിലുള്ള പറ്റിക്കലും ഇതുപോലുള്ള സ്കാമും കാര്യങ്ങളൊക്കെ ഇറങ്ങിയതും ഇതുപോലെ തന്നെ. അപ്പം ഞാൻ പറയുന്നത് ഹിന്ദിക്കാർക്ക് ഇപ്പം പറ്റിക്കാനുള്ള അവസരങ്ങൾ ഇവിടെ കേരളത്തിൽ കുറവാണ്. ഇപ്പം മലയാളികൾ ഇത് ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട്, നല്ല വൃത്തിയിൽ തന്നെ അവർ ചെയ്യുന്നുമുണ്ട്, നല്ല രീതിയിൽ തന്നെ പറ്റിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ പറ്റിക്കപ്പെട്ട ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കാരണം ഇതുപോലുള്ള ഒരുപാട് ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് നമ്മൾ പറ്റിക്കപ്പെടുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കുക. നമ്മൾ പ്രോഡക്റ്റ് വാങ്ങി, ഞാൻ പറഞ്ഞില്ലേ, ഇത് പറ്റിക്കുന്നത് ഒരിക്കലും ഇവരുടെ കഴിവല്ല. ഈ പറ്റിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ പറ്റിക്കപ്പെടുന്നത്. നമ്മൾ പറ്റിക്കപ്പെടുന്നത് നമ്മുടെ ഇമോഷണൽ ഫീലിങ്സ് ആണ്. ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്, നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പല ഗെയിമുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ഗെയിമിലൂടെയൊക്കെ നമുക്ക് പൈസ പോകുന്നുണ്ട്, പറ്റിക്കപ്പെടലാണെന്ന് നമുക്ക് 100% അറിയാം അല്ലേ. ഇതൊന്നും അവരുടെ കഴിവ് കൊണ്ടല്ല. നമ്മുടെ ഈ ഗെയിം ആയിക്കോട്ടെ, ഇതുപോലുള്ള സ്കാം ആയിക്കോട്ടെ, ഇതുപോലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇവരൊക്കെ നമ്മളെ പറ്റിക്കുന്നത് നമ്മുടെ ഇമോഷൻസ് വെച്ചിട്ടാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു പ്രോഡക്റ്റ് നമ്മൾ വില കുറച്ച് വാങ്ങി, ഒരു 299 രൂപയ്ക്ക് നമ്മൾ ഓൺലൈൻ ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങി, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്, റേറ്റ് കുറവാണ് നമുക്ക് കിട്ടിയതെങ്കിൽ വെക്കുക. ആ സാധനം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ക്വാളിറ്റി ഫീലും, നമ്മൾ വാങ്ങി നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്, ഈ ഒരു റേറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. വീണ്ടും നമ്മൾ അതേ ഒരു സാധനം എൻക്വയറി ചെയ്യുന്ന സമയത്ത് ആ സാധനം സ്റ്റോക്ക് ഉണ്ടെന്ന് പറയുകയും അപ്പം നമ്മൾ വീണ്ടും ആവശ്യപ്പെടും. നമ്മൾ ചിലപ്പം അന്ന് വാങ്ങിയതിനേക്കാളും കൂടുതൽ കളറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കൂടുതൽ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങാൻ സാധ്യത കൂടുതലാണ്, കുറച്ചും കൂടി പൈസ കൂട്ടി നമ്മൾ വാങ്ങും. ആ സമയത്താണ് ശരിക്കും നമ്മൾ പറ്റിക്കപ്പെടുന്നത്. അല്ലാതെ ഫസ്റ്റ് പർച്ചേസിലോ സെക്കൻഡ് പർച്ചേസിലോ ഒന്നും ആയിരിക്കില്ല, മേ ബി തേർഡോ ഫോർത്ത്, ആ സമയത്താണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത്. കാരണം ബൾക്കായിട്ട് നമ്മൾ വാങ്ങാൻ തീരുമാനിക്കുന്ന സമയത്താണ് അവർ നമ്മളെ ഈസി ആയിട്ട് പറ്റിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ ഓൺലൈൻ പ്രൊമോട്ട് ചെയ്യുന്ന ഗെയിംസ് ആയിക്കോട്ടെ, അതും സെയിം നമ്മളുടെ ഇമോഷൻസ് ഫീലിങ്സ് വെച്ചിട്ടാണ് ഇവരൊക്കെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അവരുടെ കഴിവാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമുക്കെന്തായാലും വീഡിയോ കണ്ടിട്ട് ബാക്കി കിടക്കാം. ആള് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തതാണ്. ഒരു 3 കുർത്തിയാണ് ഓർഡർ ചെയ്തത്. പർച്ചേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കാര്യം നോക്കുക, എത്ര അവർക്ക് ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളതായിരിക്കും കൂടുതലും. കാരണം ഫോളോവേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു റിലയബിലിറ്റിയും കൂടെ ആണല്ലോ അതിൽ. ഇത്രയും പേര് ഫോളോ ചെയ്യുന്നുണ്ട്, അപ്പോൾ റിലയബിൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ തട്ടിപ്പ് പറ്റിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പ്രത്യേകം അത് മെൻഷൻ ചെയ്തത്. ഞാൻ അതിന്റെ പേജ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കാം. അവരുടെ ഭാഗത്തു നിന്നാണ് ഈ ചേച്ചിക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്. സംഭവം വേറൊന്നുമല്ല, ആള് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തതാണ്. ഒരു 3 കുർത്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഭാഗത്തുനിന്ന്. ഫസ്റ്റ് ഒരു കുർത്തി വന്നു, അത് എത്ര 3-4 മാസം ഡിലേ എടുത്തിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ വന്ന കുർത്തി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, ക്വാളിറ്റി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. രണ്ടാമത്തെ ആള് എക്സാക്ട് ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 7th മെയിലാണ് കേട്ടോ, ഞാനിവിടെ കൊടുത്തേക്കാം പ്രൂഫും കാര്യങ്ങളൊക്കെ. അപ്പോൾ 7th മെയിലാണ് രണ്ടാമത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പേയ്മെന്റ് ചെയ്യുന്നത്. 1920 രൂപയാണ് അവർക്ക് പേയ്മെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മെയ് മാസത്തിലാണ്. അതിനുശേഷം ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം 1-ാം തീയതിയാണ്, ഒക്ടോബർ 1. ഇതുവരെയും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ സെൻഡ് ചെയ്ത് തന്നിട്ടില്ല. ഇൻ ബിറ്റ്വീൻ കുറച്ച് ചാറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് പ്രൊഡക്റ്റ് എവിടെ എത്തി, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്
അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള റെസ്പോൺസ് ചാറ്റ് ത്രൂ മാത്രമാണ് കേട്ടോ, ചാറ്റ് വഴി മാത്രമേ ഇവർ തമ്മിലുള്ള ഒരു കോൺടാക്ട് ഉള്ളൂ. അതല്ലാതെ ഫോൺ വിളിച്ചെടുക്കില്ല, അതല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു കമന്റ് സെക്ഷൻ ഓപ്പൺ ആയിട്ട് ഒരു വീഡിയോയിലും കാണാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ഫുള്ള് പിന്നെ ഈ ചേച്ചിനെ വിളിച്ച് സംസാരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയോ, ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഈ ഓൺലൈൻ ഷോപ്പിങ്ങിന് എന്തോ ആയിക്കോട്ടെ, ഈ ഓൺലൈനിലൂടെ ഈ ഉടായ്പ നടത്തുന്ന ആൾക്കാരുടെ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കമൻറ്റ് സെക്ഷൻ ഓഫാക്കി വെക്കും എന്നുള്ളതാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇതിലൂടെ ബാധിക്കപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവിടെ വന്ന് കമൻറ്റ് ചെയ്യുന്നവർക്ക് 100% ഉറപ്പാണ് ഈ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ കള്ളത്തരം വീണ്ടും നടക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർ കമൻറ്റ് സെക്ഷൻ ഓഫാക്കി വെക്കുന്നത്. ഈ കമൻറ്റ് സെക്ഷൻ ഓഫാക്കി വെക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ആവശ്യം എന്താ വെച്ചാൽ ഇവർ നടത്തുന്നത് ഉടായ്പാണ് എന്ന് തികച്ചും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അതും മനസ്സിലാക്കാതെ വീണ്ടും ഉടായ്പിലേക്ക് ചെന്ന് പെടുന്ന ആൾക്കാരാണ് ഈ ഗണത്തിൽപ്പെട്ട ആൾക്കാർ. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിൽ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തും ആയിക്കോട്ടെ, നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് റിവ്യൂ ആണ്. റിവ്യൂസ് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങാറ്, മറ്റുള്ള ആൾക്കാർ എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അതുപോലെ തന്നെയാണ് ഓൺലൈൻ ഷോപ്പിങ്ങിൽ നമ്മൾ ഒന്നത് ഫോളോവേഴ്സിനെ കണ്ടിട്ടും അവർക്ക് 1-2 പ്രോഡക്റ്റിന് ചിലപ്പോൾ അവർ കമൻറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും. ഈ ഫോളോവേഴ്സ് ഉണ്ടാവും, നല്ല രീതിയിൽ തന്നെ ഫോളോവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യും, നമ്മൾ നല്ല ഫോളോവേഴ്സ് ഉണ്ട്, നല്ല രീതിയിലുള്ള കമൻസ് ഉണ്ട്, അത്യാവശ്യം റിവ്യൂ കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് വാങ്ങാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പോവുക. നമ്മൾ വാങ്ങുകയും ചെയ്യും. ചിലപ്പോൾ കിട്ടും ആ സാധനം, ഞാൻ പറയാം, ഒരു സാധനം നമുക്ക് കിട്ടിയേക്കാം, ഇത് വെച്ചിട്ടായിരിക്കാം നമ്മൾ വീണ്ടും അടുത്ത പ്രോഡക്റ്റിന് വേണ്ടി നമ്മൾ കൊടുക്കുക. ആ സമയത്ത് അത് കിട്ടണമെന്നില്ല, അവിടെ നമ്മൾ വഞ്ചിക്കപ്പെട്ടെന്ന് 100% ഉറപ്പാണ്. അപ്പം ഇതുപോലുള്ള ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഫോളോവേഴ്സിനെ കണ്ടിട്ടോ, ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് ലിസ്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നമുക്ക് പൈസ കൊടുത്താൽ വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ യൂട്യൂബിലും പൈസ കൊടുത്താൽ സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്ന ഫെസിലിറ്റീസ് ഉണ്ട്. ഈ രീതിയിലുള്ള ഉടായ്പകളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. കമൻറ്റ് സെക്ഷൻ ഓഫാക്കി വെച്ചിരിക്കും, 100% ഉറപ്പാണ്. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പല രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി മുന്നോട്ട് വന്ന് പറയുന്ന ആൾക്കാരുടെ കമൻറ്റ് സെക്ഷൻ ഓഫായിരിക്കും. റീസൺ എന്താ വെച്ചാൽ ഇതിലൂടെ അവർക്ക് കിട്ടാൻ പോകുന്ന തെറി വിളി എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും എന്നുള്ളവർക്ക് ബോധമുണ്ട്. അതുകൊണ്ടാണ് അവർ കമൻറ്റ് സെക്ഷൻ ഓഫാക്കി വെക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. അത് ഉടായ്പിൻ്റെ ലക്ഷണം തന്നെയാണ്. ഉടായ്പില്ലാത്തവർക്ക് എന്തിനാണ് ഈ കമൻറ്റ് സെക്ഷൻ ഓഫാക്കി വെക്കേണ്ട ആവശ്യം എന്താ? കാരണം അതിലൂടെ ഇവർക്ക് കിട്ടാൻ പോകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇവർക്ക് ഓൾറെഡി വാങ്ങിയ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ നല്ല പോസിറ്റീവ് കമൻറ്റ്സ് അവിടെ വരും, അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും, അവരത് വാങ്ങും എന്നുള്ളതാണ് 100% ഉറപ്പാണ്. അപ്പോൾ അത് വാങ്ങാത്ത പക്ഷം, അല്ലെങ്കിൽ അതുപോലെ കമൻറ്റ് സെക്ഷൻ ഓഫാക്കി വെക്കുന്ന പക്ഷം ഇവർക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നത് കൊണ്ട് മാത്രമാണ് അവർ ചെയ്തു വെക്കുക. അത് അവരുടെ ഉടായ്പാണ്. ഇപ്പോൾ റീസെന്റ് ആണ്, ഓണത്തിന്റെ സമയത്താണ്. കാരണം ആൾ ഈ പറഞ്ഞ മാതിരി കല്യാണത്തിന് വേണ്ടി ഓർഡർ ചെയ്ത ഡ്രസ്സായിരുന്നു അത്. കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മെയ് മാസത്തിൽ കഴിഞ്ഞ സംഭവം ഇപ്പോൾ ഒക്ടോബർ 1 ഇതുവരെയും അവർ ഒരു വിധത്തിലുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട, പ്രൊഡക്റ്റ് വേണ്ട, പൈസ തന്നോളൂ എന്ന് പറഞ്ഞിട്ട് കൂടെ അവർ യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും ചെയ്തിട്ടില്ല. അവർ ഇൻ ബിറ്റ്വീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെ വേറെ കളർ മതിയോ, ആ കളർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി, അതുകൊണ്ട് വേറെ കളർ മതിയോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ കളറും ഡിസൈനും കണ്ടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മളത് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഓഫർ ചെയ്യുന്നത് ആ പ്രൊഡക്റ്റ് ഇല്ല, വേറെ ഏതെങ്കിലും നിങ്ങൾ എടുത്തോളൂ, വേറെ അവർ സെലക്റ്റീവ് ആയിട്ട് ഒരു 3-4 പ്രൊഡക്റ്റ് കാണിച്ചിട്ടുണ്ട്, അതിലേതെങ്കിലും എടുത്തോളൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പൈസ അങ്ങോട്ട് അയച്ചു കൊടുത്തത് അവരുടെ ഇഷ്ടത്തിന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ. ആ പറയുന്നത് മോശമായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ അങ്ങനെ അവർക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പൈസ തിരിച്ചു തരണം, അതല്ലാതെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് കാര്യമില്ലോ. ഇനി അതും പോട്ടെ, പൈസയും തിരിച്ചു തന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു റെസ്പോൺസ്, നമ്മളൊരു കസ്റ്റമറാണ്, ഒരു വാല്യൂഡ് കസ്റ്റമർ എന്ന് പറയുമ്പോൾ കസ്റ്റമർ സർവീസ് ഏറ്റവും വേണ്ട ഒരു കാര്യമാണല്ലോ. അതിപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒക്കെ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബിസിനസ് ഉള്ള രീതിയിൽ ചിന്തിക്കണം. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. ചേച്ചിക്ക് എനിക്ക് കുറെ എന്താ പറയുക ഓർഡർ ചെയ്തതിന്റെ, ഇപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണില്ല, ഞാൻ ഇവിടെ സൈഡിൽ അതിന്റെയൊക്കെ പ്രൂഫ് കൊടുത്തിരിക്കാം. മെയ് 7 ചേച്ചി ഓർഡർ ചെയ്തതിന്റെ പ്രൂഫ്, മെയ് 7 1920 രൂപ പേ ചെയ്തതിന്റെ പേയ്മെന്റ് റെസിപ്റ്റ് ലില്ലി ഡെയിൽ ഡിസൈനർ സ്റ്റുഡിയോയ്ക്ക് പേ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ടോപ്പാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം വന്നിട്ട് 960 റുപ്പീസിന്റെ, പിന്നെ ഒരെണ്ണം 870 റുപ്പീസിന്റെ, 870 രൂപയാണ്. ടോട്ടൽ 1830 രൂപ പ്ലസ് അതിൽ അഡീഷണൽ ഷിപ്പിംഗ് ചാർജ് 90 റുപ്പീസ് എന്തോ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 1920 രൂപയുടെ ഇൻവോയ്സ് മാതിരി ഒരു ഓർഡർ ID കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ബില്ല്, അയച്ചതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ചാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അതായത് പ്രൊഡക്റ്റ് വരാതാവുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ടും എന്താണ് എവിടെ എത്തിയെന്നുള്ളത് ചോദിക്കാം. അപ്പൊ ആ സമയത്ത് അവർ പറയുന്നത് 30 മുതൽ 45 വർക്കിംഗ് ഡേയ്സ് വരെ ഡിസ്പാച്ചിങ് ടൈം എടുക്കും, മാക്സിമം പോയ 45 വർക്കിംഗ് ഡേയ്സ് ആണ് എന്നുള്ളത് അവരതിൽ കൊടുത്തിട്ടുണ്ട്. ഈ 45 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് 60 ഡേയ്സ് കഴിഞ്ഞിട്ട് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, 60 ദിവസം കഴിഞ്ഞു ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവര് കുറച്ച് സോറി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മീൻസ് അവർ മുൻപ് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് വെക്കില്ല, അതുകൊണ്ടാണ് ഈ ഡിലേ വരുന്നത്. നിങ്ങളുടെ മീൻസ് സൈസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ഓർഡർ വരുന്നതിനനുസരിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുള്ളൂ എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇത്രയും ദിവസമായിട്ടും ഇപ്പൊ ചേച്ചി ഇതിന് മെസ്സേജ് തന്നെ കൊടുത്തിട്ടുണ്ട്, 70 ദിവസമായിട്ടും യാതൊരു വിധത്തിലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടിയിട്ടില്ല, ഒരു ഫംഗ്ഷന് വേണ്ടി ഓർഡർ ചെയ്തതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനൊന്നും അവർ വേറെ പ്രത്യേകിച്ച് റിപ്ലൈ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ആസ് സൂൺ ആസ് പോസിബിൾ ഡിസ്പാച്ച് ചെയ്യുന്ന
എന്നുള്ള രീതിയിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ചേച്ചി അപ്പോഴാണ് പറയുന്നത് ക്യാൻസൽ ചെയ്തിട്ട് റീഫണ്ട് തരാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർ റീഫണ്ട് അല്ല പറഞ്ഞത്, വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തോളൂ, അത് വേണമെങ്കിൽ അയച്ചു തരാം എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെയൊക്കെ ഞാൻ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ വോയിസ് റെക്കോർഡ് ഇവിടെ കൊടുത്തേക്കാം. ഇതൊക്കെ ഞാൻ ഇവിടെ കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും, മീൻസ് എന്ത് സംഭവിക്കും, അത്രയും വലിയൊരു ഇപ്പോൾ ബൈ ചാൻസ് അവരിപ്പം ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്ത് പൈസ കൊടുത്ത് കയറ്റിയതാണെങ്കിൽ കൂടെ നമ്മളിപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കറിയാം. ഇതുപോലുള്ളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണുന്ന ഒരുവിധം ആൾക്കാർ പറ്റിക്കപ്പെടാണ്ടിരിക്കുമെന്നുള്ളതാണ്. അപ്പം ഞാൻ വീണ്ടും പ്രത്യേകിച്ച് പറയാം, ആ ഒരു വീഡിയോയുടെ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ പേജിൻ്റെ പേര്. ഇതുപോലുള്ള ആൾക്കാർ പോയി പറ്റിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ മലയാളികൾ വീണ്ടും മണ്ടന്മാരെ പോവുകയാണെന്ന് തോന്നുന്നു. കാരണം ജനറേഷൻ മാറുന്നതിനനുസരിച്ച് ഇപ്പം നമ്മൾ തന്നെ മനസ്സിലാക്കും, ഒരുപാട് സ്കാമുകൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇപ്പോഴത്തെ തലമുറയ്ക്കുണ്ട്. 100% ഉറപ്പാണ് അല്ലേ? കാരണം നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ നടക്കുന്ന ഓരോ ചെറിയ തട്ടിപ്പാണെങ്കിൽ പോലും ഇന്ന് നമ്മുടെ നാട്ടിൽ മൊത്തം പാട്ടാണ്. കാരണം ചെറിയൊരു ഉടായ്പായിക്കോട്ടെ, ചെറിയൊരു കളത്തരായിക്കോട്ടെ, അത് നാട് മൊത്തം പാട്ടാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇന്നത്തെ സോഷ്യൽ മീഡിയാസ് എന്ന് പറയുന്നത് അതുപോലെയാണ്. ഞങ്ങളെപ്പോലുള്ള ചില ആൾക്കാരുള്ളത് കൊണ്ട് ഇത്രയും നല്ല വൃത്തിയിൽ കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്തായാലും ഉണ്ടല്ലോ. കാരണം ആരും കാണാതിരിക്കുക എന്ന് പറയുന്നതും ആരും മനസ്സിലാക്കാതിരിക്കുക എന്ന് പറയുന്നതും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മണ്ടത്തരമാണ്. കാരണം അറിയാതിരിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം എന്തായാലും അറിയും. കാരണം വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ചിന്തിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഇത് സത്യമാണോ ജെന്യൂൻ ആണോ എന്ന് ആദ്യം അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങൾ പൈസ ഇട്ട് കൊടുക്കുക. അല്ലാതെ നിങ്ങളൊരു ബൾക്ക് എമൗണ്ട് ഇട്ട് കൊടുത്തിട്ട് പ്രോഡക്റ്റിന് വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. കാരണം ഒന്നാമത് ഇവർ ക്യാഷ് ഓൺ ഡെലിവറി പ്രൊവൈഡ് ചെയ്യില്ല. റീസൺ വേറെ ഒന്നുമല്ല, സാധനം എത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇവർ ക്യാഷ് ഓൺ ഡെലിവറി ഓർഡർ ചെയ്യാത്തത്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇനി ഇതുപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, പ്രോഡക്റ്റ് എത്തട്ടെ ഞാൻ പൈസ ഇട്ട് തരാം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്തു തരില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുന്നില്ല? ഇതുപോലുള്ള ഓൺലൈൻ ഷോപ്പിങ്ങിലോട് നിങ്ങൾ പറയാം, നിങ്ങൾ പ്രോഡക്റ്റ് എത്തിക്കൂ, പ്രോഡക്റ്റ് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ എമൗണ്ട് ഇടാം, ഇല്ലെങ്കിൽ പ്രോഡക്റ്റ് റിട്ടേൺ അയക്കാം. ഏതെങ്കിലും ഓൺലൈൻ ഷോപ്പുകാർ അത് ചെയ്തു തരും? ഒരിക്കലുമില്ല. എല്ലാവരും കസ്റ്റമേഴ്സിൻ്റെ നമ്മുടെ ഇമോഷൻസ് ആണ് അവർ മുതലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ പൈസ ഇട്ട് കൊടുത്താൽ മാത്രം സാധനം എത്തിക്കാം എന്നാണ്. കാരണം നമ്മുടെ ആവശ്യം അവർ മുതലെടുക്കുകയാണ്. ആ ആവശ്യത്തെയാണ് അവർ പറ്റിക്കാനുള്ള ആയുധമാക്കി മാറ്റുന്നത്. അപ്പം ഇതൊക്കെ കാണുന്ന ആൾക്കാർ വീണ്ടും ശ്രദ്ധിക്കുക, ഓൺലൈൻ ഷോപ്പിൽ വില കുറച്ച് സാധനം കാണുന്ന സമയത്ത് പോയി വാങ്ങാതിരിക്കുക. വീണ്ടും ഞാൻ പറയാം, നമ്മുടെ നാട്ടിലുള്ള ചുറ്റടത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകളുണ്ട്. അവിടെ ഇതുപോലെ വില കുറച്ചുള്ള സാധനങ്ങൾ കിട്ടാൻ സാധ്യത കൂടുതലാണ്. കുറച്ച് ക്വാളിറ്റിയുള്ള, അല്ലെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി കുറവാണെങ്കിലും അത്യാവശ്യം നല്ല പ്രോഡക്റ്റ്സ് കിട്ടും. നിങ്ങൾക്ക് പൈസ പോവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഒരു തവണ നിങ്ങൾക്ക് ഇടാൻ ആ ഡ്രസ്സ് കിട്ടും, 100% ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ പൈസയും ചിലവാക്കി ആ ഡ്രസ്സും ഇല്ല, ഇടാനും പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ പൈസ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇറങ്ങിക്കോളൂ. ഒരുപാട് കുട്ടി ഷോപ്പുകൾ ഇപ്പോഴും ഒരുപാട് മുതലാളിമാർ, ചെറിയ മുതലാളിമാർ ഷോപ്പ് തുറന്ന് വെച്ചിട്ടുണ്ട്. ചെറിയ പൈസക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ വിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചുറ്റടത്ത് കാണാൻ പറ്റും. അതുപോലുള്ള ആൾക്കാരെ സഹായിക്കാൻ ശ്രമിക്കൂ. ഇതുപോലുള്ള സ്വപ്നങ്ങളുടെ പുറകെ പോവാതെ റിയാലിറ്റിയുടെ പുറകെ പോകൂ. അതാകുമ്പോൾ നിങ്ങളുടെ പൈസ നഷ്ടമാവില്ല, 100% ഉറപ്പാണ്. ഞാൻ വേറൊന്നും കൊണ്ട് പറയല്ല. കാരണം കുറച്ചെങ്കിലും സത്യസന്ധത ഉള്ളിൽ വെക്കുന്ന ഒരുപാട് ഇതുപോലുള്ള ഷോപ്പുകളുള്ള ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഇതുപോലുള്ള കച്ചവടം ഈ ഓൺലൈൻ ഷോപ്പുകാർ വഴി കിട്ടുന്നില്ല. ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് വരുന്നുമുണ്ട്. പക്ഷേ ഓൺലൈൻ ഷോപ്പിലൂടെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. വില കുറച്ച് നല്ല സാധനം കിട്ടുക എന്ന് പറയുന്നത്. അത് നമുക്ക് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമ്മൾ അവിടെ പോയി വാങ്ങിയിരിക്കും, 100% ഉറപ്പാണ്. പക്ഷേ പറ്റിക്കപ്പെടുമോ എന്നുള്ളത് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ നല്ല ഷോപ്പുകളുണ്ട് കേട്ടോ. ഓൺലൈനിലൂടെ നല്ല രീതിയിൽ തന്നെ ഷോപ്പ് നടത്തുന്ന ആൾക്കാരും ഉണ്ട്. കുഴപ്പമുള്ള ആൾക്കാരൊന്നുമല്ല, ചില ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മേ ബി ബൈ ലക്കി ആയിരിക്കാം, ചിലപ്പം സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പറ്റിക്കപ്പെടുന്നത്. കാരണം എന്തുകൊണ്ടായിരിക്കുമെന്ന് അറിയില്ല. എന്തായാലും ശ്രദ്ധിക്കുക. വീണ്ടും പറയാം, ഇതൊരു സ്കാമാണ്. ചെറിയ രീതിയിലുള്ളൊരു സ്കാമല്ല, വലിയ രീതിയിലുള്ളൊരു സ്കാമാണ്. അത് മനസ്സിലാക്കി മാത്രം ഓൺലൈനിലൂടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.